പറയാ, എല്ലാം പറയാ. അവൻ വിളിച്ചിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? അതെ, രാജു വിളിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ എന്റെ അച്ഛൻ പറഞ്ഞിട്ടല്ല. ദീപകിനെ കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കാൻ രാജു എന്നോട് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം രഹസ്യമായിട്ട് തുടരാമല്ലോന്നും രാജു പറഞ്ഞു. രാജുവിന്റെ നിർബന്ധം കൊണ്ടാ ഞാൻ ദീപിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. നമ്മള് തമ്മില് ഒരു ഫിസിക്കൽ റിലേഷനും പാടില്ലെന്ന് രാജു എന്നെ താക്കീത് ചെയ്തു. പക്ഷെ രാജുവിന്റെ ശല്യം ഇപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പറയണേ, ബാക്കിയോട് കേക്കട്ടെ. പറയാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞ ഇനി പത്മാവതി മാഡം ഈ വീട്ടിൽ നിന്ന് പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം. എന്താ ഇത്? ഓഫ് ചെയ്യണ്ട. അതൊന്നും ശരിയാവില്ല വേണുവേട്ട. പ്രതാപേട്ട ഒരിക്കലും രക്ഷപ്പെടില്ല. അദ്ദേഹം അംബികയുടെ പിടിയിൽ കിടന്ന് വട്ടം കറങ്ങോ. ഞാൻ ഇവിടുന്ന് പോവാ. എന്തിന്? മേഡം ഇവിടുന്ന് എന്തിനു പോണെന്നാ എന്റെ ചോദ്യം. അതെ, ഇത് മാഡത്തിന്റെ കൂടെ വീടല്ലേ? ഇതെല്ലാം സൂര്യമംഗലത്തെ സ്വത്തുക്കളാ മഹാദേവവർമ്മ സാറ് ദാനം കൊടുത്തത്. പിന്നെ കുറച്ചൊക്കെ പ്രതാപവർമ്മ സാറിന്റെ അധ്വാനം. ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യരില് ഒന്ന് മഹാദേവവർമ്മ സാറും മറ്റൊന്ന് പ്രതാപവർമ്മ സാറും. മഹാദേവവർമ്മ സാറ് വലിയ കരുത്തനാ, പ്രതാപവർമ്മ സാറ് ശുദ്ധനും. പക്ഷേ അംബികയുടെ കയ്യിലെ കൊരങ്ങായി പോയിന്ന് മാത്രം. പത്മാവതി മാഡത്തിനോട് എത്ര കാലമായിട്ട് ഞാൻ പറയുന്നതാ ഇങ്ങോട്ട് തിരിച്ചു വരാൻ. മാഡം വർമ്മ സാറിന്റെ ഭാര്യയല്ലേ, മോളുടെ അമ്മയും. ഇവിടെ തന്നെ താമസിക്കണം. സത്യം പറഞ്ഞ ഈ വർമ്മ സാർ എന്തൊരു മനുഷ്യനാ. വലിയ രാഷ്ട്രീയക്കാരനും മന്ത്രിക്കാരനും ആളല്ലേ. ഞാൻ പറഞ്ഞില്ലേ, സാറ് വളരെ നല്ല മനുഷ്യനാ. പക്ഷേ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നു കേട്ടിട്ടില്ലേ? അതാണ് സാക്ഷാൽ പ്രതാപവർമ്മ സാർ. പ്രതാപ, നീ എന്റെ മകനെ തല്ലുവല്ലേടാ? തൊട്ടാ താനെ എന്ത് ചെയ്യടോ? ഇനി എന്റെ കുഞ്ഞിനെ തൊട്ടാ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് വലിച്ചു കീറും, നിന്റെ മകനെയും തീർക്കും. എന്നിട്ട് അന്തസ്സായിട്ട് ജയിലിൽ പോവും, മനസ്സിലായി? എന്റെ കയ്യിൽ വിടടോ. എന്റെ മോനെ തൊടിലെന്ന് ഉറപ്പ് പറഞ്ഞാ നിന്റെ കയ്യാൻ വിടാം, ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ മരണം തരും. എടോ, എന്റെ കാരി കിടക്കുന്ന ചെരുപ്പിന്റെ സ്ഥാനമേ ഉള്ളൂ തനിക്കും തന്റെ കുടുംബത്തിനും.
ഇപ്പൊ പറഞ്ഞു തെറ്റിപ്പോയിടി. നിന്നേക്കാൾ അന്തസ്സുണ്ടടി നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്. ഡോ, എന്റെ ചേച്ചിയുടെ കൈ വിടറോ. ഇവരുടെ കൈ ഞാൻ തൽക്കാലം വിടാം. പക്ഷേ ഇനി എന്റെ മോന്റെ നേരെ കൈവയ്ക്കുക, ഇവരുടെയോ എന്റെ മോന്റെ കൈ ഉയർന്ന ഇവിടെ ഒന്നല്ല 2 കൊലപാതകം നടക്കും. സാറിനറിയാലോ ഈ വേണുവിനെ, ആ പഴയ വേണുവിനെ ഇപ്പോഴും. പണ്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഗുണ്ടകളെ തല്ലിച്ചതച്ചിട്ടുണ്ട്. താനിപ്പോ കയറി പിടിച്ച ഒരു സ്ത്രീയാണ്. കൊല്ലാൻ വരുന്ന ഒരു സ്ത്രീയായ പിന്നെ കൈയിട്ട് നിൽക്കണോ?